ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ വെറൈറ്റിക്ക് നമുക്കിന്ന് നമ്മൾ മുളയരി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല സിമ്പിളായിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ 250 ഗ്രാം നമ്മൾ മുള അരി എടുക്കുക കേട്ടോ, ബാമ്പു റൈസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു റൈസിനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. 24 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. 24 ഹവേഴ്സ് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് അങ്ങ് കുതിർന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 3-4 തവണ കഴുകി എടുക്കുക. ഇതിൽ ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോക്കുക. എന്നിട്ട് നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 24 ഹവേഴ്സ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 24 ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഒരു 2 വെള്ളത്തിലും കൂടി ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുക. ഈ വെള്ളം കളയുക, എന്നിട്ട് 2 വെള്ളത്തിലും കൂടി ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ടെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ അടച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവട്ടെ ഇതിന്. ആ ഒരു സ്മെല്ലൊക്കെ നമ്മൾ 2-3 വെള്ളത്തിലൊന്ന് കഴുകുന്നപ്പോഴത്തേക്ക് തന്നെ അതങ്ങ് റെഡിയായിട്ട് കിട്ടിക്കോളുവേ. ഇനി നമുക്ക് ഈ ഒരു റൈസിനെ ഒന്നും കൂടി ഒന്ന് 2 വെള്ളത്തിൽ കഴുകിയിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കൈ എടുത്തിട്ടുള്ള റൈസാട്ടോ ഇത്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു കുക്കറിലേക്ക് ഈ ഒരു റൈസ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം കൂടി എടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഈ റൈസും കൂടി മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ റൈസ് ഇപ്പം ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 വിസിലെങ്കിലും നന്നായിട്ട് അടുപ്പിച്ചെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് മാത്രമേ ഇതൊരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടും. ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 പീസ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള പീസ് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം വേണ്ടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ എണ്ണം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ റൈസിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അല്ല ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ മധുരമൊക്കെ ഈ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും ഒരു 3-4 പീസിൽ ഒന്നും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ റൈസ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. വെള്ളത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ ഈ റൈസിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് കിട്ടും കേട്ടോ. ഇപ്പം വീണ്ടും 3 പീസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ റൈസ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങ കേട്ടോ. അപ്പോൾ ഏകദേശം അതൊരു 1.5 കപ്പ് തേങ്ങ ഉണ്ടാവും. അതിൽ രണ്ടാം പാൽ 2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഏകദേശം 1/2 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചെടുക്കുക. അതിൽ കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു റൈസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തിളവരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തിന് നമ്മൾ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 ഏലക്കായ ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള ഒന്നാം പാൽ 1/2 കപ്പോളം നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട. ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൈസിന് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുളയരി പായസം കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഇതുവരെ ഈ ഒരു റൈസ് വെച്ചിട്ട് പായസം കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഗുണങ്ങളുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.